ഓക്കെ, അപ്പോൾ CUET UG 2024 ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഓർക്കേണ്ട കാര്യം, ഇത് 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2 ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3 ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ആ ഓൺലൈൻ രജിസ്ട്രേഷൻ വൺ ടൈം പാസ്വേഡ് ഒക്കെ വെച്ചുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സ്റ്റെപ്പ് 2 ആണ്, ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. അവിടെയാണ് നമ്മളെ എല്ലാ ഡാറ്റയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ, അതായത് നമ്മുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, ഇതെല്ലാം കൃത്യമായ സൈസ് ലിമിറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 ആണ് പേയ്മെന്റ് ഫീസ്. അതായത് ആദ്യത്തെ 3 സബ്ജക്റ്റുകൾക്ക് 1000 രൂപ ജനറൽ കാറ്റഗറി. ഫീ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നീടുള്ള അഡീഷണൽ ഓരോ പേപ്പറിനും നമ്മൾ 400 രൂപ വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തെറ്റുവരാതെ ഇത് ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ പ്രോസ്പെക്ടസിലെ എല്ലാ പേജും 90 പേജോളം ഉണ്ട്. അത് മുഴുവൻ വായിക്കാതെ ഈ പറയുന്ന പേജ് നമ്പറുകൾ കൃത്യമായിട്ട് വായിക്കുക, അത് വളരെ നിർബന്ധമാണ്. ആദ്യമേ നമുക്ക് പേജ് നമ്പർ 7 നോക്കാം. അവിടെയാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപേക്ഷിക്കുന്ന അവസാന തീയതി മാർച്ച് 26. അതുപോലെ പരീക്ഷ നടക്കുന്ന തീയതി നോക്കാം, അത് ബിറ്റ്വീൻ 15 മെയ് ആൻഡ് 31 മെയ് ആണ്. അതേപോലെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം കൊടുത്തിട്ടുണ്ട്, അത് ജൂൺ 30 ആണ്. പിന്നെ അതുപോലെ ഫീസിന്റെ ഡീറ്റെയിൽസും അതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 3 പേപ്പറിന് വരെ 1000 രൂപയും ഓരോ അഡീഷണൽ സബ്ജക്റ്റിനും 400 രൂപ. അപ്പോൾ ആ ഫീസ് ഡീറ്റെയിൽസ്. ഇനി അടുത്ത് നമുക്ക് പേജ് നമ്പർ 16 ആണ് നോക്കേണ്ടത്. 7 കഴിഞ്ഞാൽ അടുത്ത് പേജ് 16 നോക്കാം. പേജ് 16 നമുക്ക് എക്സാമിനേഷന്റെ സ്കീമുകളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിലും ഏത് അഡീഷണൽ ലാംഗ്വേജ് 13ഓളം ലാംഗ്വേജുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ഇംഗ്ലീഷും മലയാളമാണ് നമുക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും ലഭ്യമാവുന്നത്. ഇനി പേജ് 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജ് 26. അവിടെയാണ് ഷെഡ്യൂൾ. എക്സാമിനേഷൻ 3 ഷിഫ്റ്റുകൾ വരെയായി നടത്തപ്പെടുന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ് രീതിയിലാണ് പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ മോഡും ഉണ്ടാകും, CBT മോഡും ഉണ്ടാകും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട്. ഇനി അടുത്ത പേജ് നമ്പർ 43 ആണ് നോക്കേണ്ടത്. അവിടെയാണ് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി. 44 സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കാണുന്നില്ല, അതിന് വ്യക്തത വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത് പോകേണ്ട പേജ് നമ്പർ 45 ആണ്. അവിടെയാണ് സബ്ജക്ട് ലിസ്റ്റുകൾ. ഈ 61ഓളം സബ്ജക്റ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പേജ് നമ്പർ 50ലേക്ക് പോകാം. പേജ് നമ്പർ 50ലാണ് കേരളത്തിലെ എക്സാം സെന്ററുകൾ ഏതൊക്കെയാണുള്ളത്. സോ പേജ് നമ്പർ 50 ആണ് നോക്കേണ്ടത്, എക്സാമിനേഷൻ സെന്ററുകൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് പേജ് നമ്പർ 58. പേജ് 58 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ഓരോ ബാങ്കിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെന്റ് നടത്താനുള്ളത്. പിന്നെ പേജ് നമ്പർ 60 പോയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കുന്ന എങ്ങനെയാണ്, അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരാം. ഈ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതുന്ന രീതി അത് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി പേജ് നമ്പർ 78 അടുത്ത ശ്രദ്ധിക്കേണ്ടത്. പേജ് നമ്പർ 78 എങ്ങനെയാണോ ഈ എൻട്രൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായിട്ട് നോക്കി വെക്കാം. ആദ്യമേ ന്യൂ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ പേജിന്റെ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ CUET ഓൺലൈൻ, അതെ, ആ വെബ്സൈറ്റിൽ കയറാം. അതിനുശേഷം ഈ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. അവിടെ ആധാർ നമ്പറും പിന്നെ മൊബൈൽ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ ID, അതുപോലെ മൊബൈൽ നമ്പർ, അതേപോലെ പാസ്വേഡ്, ഇതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഗ്രീൻ ടിക്ക് കാണുന്നുണ്ട്. ഇനി അടുത്തായിട്ട് രജിസ്ട്രേഷൻ ആണ്. ഇവിടെയാണ് നമ്മുടെ ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അവിടെയാണ് നമ്മുടെ അപ്ലോഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതേപോലെ തന്നെ മറ്റ് അനുബന്ധ രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓരോ ഘട്ടത്തിലും അവർ കൺഫർമേഷൻ ചോദിക്കും. നമുക്ക് ചെയ്തത് ശരിയാണോ എന്ന് ഒന്നും കൂടി വെരിഫൈ ചെയ്യാനായിട്ട് ഓരോ തവണ ചോദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഇവിടെ ഓക്കെ, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ബാക്ക് പോയിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, കറക്ഷൻസ് വരുത്താം. ഈ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ്. അപ്പോൾ 2ാം ഘട്ടം കഴിഞ്ഞു. ഇനി അടുത്തത് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. പേയ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്, ഓൺലൈൻ പേയ്മെന്റ്. അപ്പോൾ പേയ്മെന്റും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഇനി അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. താങ്ക് യു.